ഹായ് നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്നാലും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവും. എത്ര പൊടിക്ക് എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും ഇത് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വലിയ കുറച്ച് സ്പേസ് ഉള്ള പാത്രത്തിലോട്ട് എടുക്കണം. ഇതിന് 1 ടേബിൾ സ്പൂൺ ഉപ്പേ ആവശ്യമുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ലിറ്റർ വെള്ളം വേണം. നമ്മൾ ഇതിപ്പോൾ 1/2 ലിറ്റർ കപ്പിലാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 1 ലിറ്റർ അല്ല, ഒരു 1.5 ലിറ്റർ വെള്ളം നമ്മൾ നന്നായിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. ഈ തിളപ്പിച്ച വെള്ളം തിളച്ച് കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ 1 ലിറ്റർ വെള്ളം മതിയാവും. ബട്ട് തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ പോലും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ കപ്പാണ്. അതായത് 1/2 ലിറ്റർ ഞാൻ ഓൾറെഡി ഒഴിച്ചു. ഇത് രണ്ടാമത്തെ 1/2 ലിറ്റർ കപ്പാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 1 ലിറ്റർ വെള്ളം നമ്മളിതിനകത്തോട്ട് ആവശ്യമുണ്ട്. ഈ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം. എല്ലാ പൊടികളും നന്നായിട്ട് കുഴഞ്ഞ് വരുന്നത് വരെ ഇതുപോലൊരു ചട്ടുകം വെച്ച് കുഴയ്ക്കണം. നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. അപ്പം നമ്മളിതുപോലൊരു ചട്ടുകം എടുത്തിട്ട് കുറച്ചായി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതെല്ലാം കുഴഞ്ഞ് വന്നതിന് ശേഷം ചട്ടുകം മാറ്റി വെച്ചിട്ട് കൈ വെച്ച് പയ്യെ കുഴയ്ക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ചൂടൊട്ടും കുറയരുത്. ചൂടോടുകൂടി തന്നെയാണ് കുഴക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചൂടൊരല്പം ഉണ്ടെങ്കിൽ പോലും കൈ വെച്ച് പയ്യെ ഇതുപോലെ കുഴച്ചെടുക്കുകയാണ്. ചൂടാറാനായിട്ട് നിൽക്കരുത്. നിന്ന് കഴിയുമ്പം പിന്നെ നമ്മൾ കറക്റ്റായിട്ട് അമർത്തിയെടുക്കുമ്പോൾ കിട്ടത്തില്ല. ചൂടാറാതിരിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് നന്നായിട്ട് മൂടി വെക്കണം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം. നമുക്കൊരു മുറി തേങ്ങയുടെ ആവശ്യമുണ്ട്. അപ്പോൾ 1 മുറി തേങ്ങ ഇതുപോലെ പൊടിയായിട്ട് ചിരണ്ടിയെടുത്തത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ടാണ് നമ്മളിന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ തട്ടിലോട്ട് കുറച്ച് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം. തട്ടിൽ അല്പം എണ്ണ വേണമെങ്കിൽ പുരട്ടിയെടുക്കാം. കുറച്ചുകൂടെ മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ഞാൻ നേരത്തെ പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സേവനാഴിയിലോട്ട് ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാവ് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും നമുക്ക് അമർത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. അപ്പോൾ അത് നല്ല ഈസി ആയിട്ട് അമർത്തുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് 2 തട്ടിൽ ഞാനിതുപോലെ അമർത്തി വെച്ച് കൊടുക്കുകയാണ് ഇടിയപ്പം. വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. വെള്ളം മാത്രം കറക്റ്റ് ആവണം. ചൂട് കറക്റ്റ് ആവണം. വെള്ളത്തിൻ്റെ ചൂടൊരിക്കലും കുറയരുത്. നല്ല തിളച്ച വെള്ളം തന്നെ പൊടിയിലോട്ട് ഒഴിച്ച് കുഴയ്ക്കാനായിട്ട് നോക്കണം. അപ്പോൾ നല്ല കൃത്യമായിട്ട് ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ അടുപ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച് വന്നപ്പോൾ നമ്മൾ ഈ ഇടിയപ്പം അമർത്തി ഇട്ടിട്ടുള്ള തട്ട് മേളിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തു. ഇനി ഇതും കൂടെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വയ്ക്കണം. അപ്പോൾ 10 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴത്തേക്കും 10 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് ആവി വരും. അപ്പോൾ ആവി വരുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് കൈ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അപ്പം അത്രയും വേവ് മതിയാവും. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അതേ നമുക്ക് ഇടിയപ്പം എടുക്കാം. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചൂടാറാനായിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ചൂടോടുകൂടി തന്നെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് മുട്ടക്കറിയും ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മുട്ടക്കറി വലിയ താല്പര്യമില്ല. ഞാനൊരു മുട്ട എടുത്ത് ഗ്രീൻ പീസ് കറിയും കൂട്ടിയിട്ടാണ് ഞാനിന്ന് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇടിയപ്പമായിട്ട് തന്നെ കിട്ടി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പം ടാറ്റാ ബൈ സീ യു. അപ്പോൾ ഞാനിതങ്ങ് കഴിക്കട്ടെ. ബൈ.